74,000 രൂപ 2 മാസം കൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഞാൻ ഈ ജിഗ് ഒപ്റ്റിമൈസേഷൻ എല്ലാം ചെയ്തുകൊണ്ട് മാത്രമാണ്. ഞാൻ 100% ഉറപ്പ് തരാം, ഫൈവർ ജിഗ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രഷനും വരില്ല, ഓർഡറും കിട്ടില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്ന ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾ ചെയ്യാതിരുന്നാൽ നമ്മുടെ ഫുൾ പരിപാടി വേസ്റ്റ് ആവും. ഫൈവർ ജിഗ് ക്രിയേഷൻ എങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് ഈ വീഡിയോ. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 അക്കൗണ്ട് കൃത്യമായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വന്ന് നിർത്തിയത് ഈ പേജിലാണ്. ഇവിടെ മുതലാണ് ജിഗിന്റെ അഗ്രസീവ് ഒപ്റ്റിമൈസേഷൻ തുടങ്ങുന്നത്. ജിഗ് ടൈറ്റിലാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി ആലോചിച്ച് 2 കീവേഡ് ടൈറ്റിൽ വരുന്ന രീതിയിൽ വേണം ജിഗ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ. അത് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഐ വിൽ എന്നുള്ളത് ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്ത് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എഴുതി പഠിപ്പിക്കേണ്ടത്. ഞാൻ എന്റെ സർവീസ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത് കാണിച്ചു തരാം. ടൈറ്റിൽ എഴുതി വരുമ്പോൾ തന്നെ പെർഫെക്റ്റ് എന്നൊക്കെ എഴുതി കാണിക്കും. അത് മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ മാക്സിമം ക്യാരക്ടർ യൂട്ടിലൈസ് ചെയ്ത് SEO ബെറ്റർ ആക്കിയിട്ട് തന്നെ മാത്രം ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. മെറ്റാ ആഡ്സ് എന്നതാണ് എന്റെ മെയിൻ കീവേഡ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് എന്റെ സെക്കൻഡറി കീവേഡ്. അത് രണ്ടും ഒരു സെന്റൻസ് വരുന്ന രീതിയിലാണ് ഞാൻ ജിഗ് ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളും കൊടുക്കണം നിങ്ങളുടെ നീഷിനനുസരിച്ച്. ഇപ്പൊ ഈ മേലുള്ള ലിങ്ക് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ അതിന്റെ അകത്ത് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും. ഇനി ഞാൻ എന്റെ കാറ്റഗറി കൊടുക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സബ് കാറ്റഗറി കൊടുക്കുന്നു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നിങ്ങൾ നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുക. ഇനി സർവീസ് ടൈപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സർവീസ് കൊടുക്കുക. എന്റെ അഡ്വർടൈസിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്യുന്നു. ഇനി ജിഗ് മെറ്റാഡാറ്റ ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അത് 3 എണ്ണം വരെ കൊടുക്കാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആണ് മെറ്റ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അത് രണ്ടുമാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ഇൻഡസ്ട്രി ആണ് കൊടുക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നത് കൊടുക്കുക. എന്റെ മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ആണ്, ഞാൻ അതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു. ഇനി പോസിറ്റീവ് കീവേഡ് ആഡ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഇവിടെ ഫൈവറിൽ റാങ്ക് ചെയ്യുന്ന കീവേഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അന്ന് ബെനിഫിറ്റ് ഉള്ളൂ. 5 ടാഗ് കൊടുക്കാം മാക്സിമം. സോ നിങ്ങളുടെ നീഷിൽ റെലവന്റ് ആയ 5 കീവേഡ് ടൈപ്പ് ചെയ്യുക. പക്ഷേ അത് ഫൈവറിൽ റാങ്ക് ചെയ്യുന്നതാണോ എന്ന് കൃത്യമായി നോക്കണം. അത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീവേഡ് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഫൈവർ തന്നെ സജസ്റ്റ് ചെയ്ത ആ കീവേഡ് തരുന്നുണ്ടോ എന്ന് നോക്കണം. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. എന്റെ നീഷിലെ ഫൈവർ റാങ്ക് ചെയ്യുന്ന കീവേഡ് ആണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഈ കീവേഡ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം. ആദ്യം ഞാൻ പറഞ്ഞില്ലേ ലിങ്ക് ശ്രദ്ധിച്ചോണം എന്ന്. ആ സമയത്ത് ലിങ്കിൽ പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി ആ പേജ് ഒന്നുകൂടെ പോയി നോക്കുമ്പോൾ നമ്മ കൊടുത്ത ജിഗ് ടൈറ്റിൽ ആ ലിങ്കിൽ ആഡ് ആയിട്ടുണ്ടാവും. ഇനി ഈ ജിഗ് ടൈറ്റിൽ ചേഞ്ച് ചെയ്താൽ കംപ്ലീറ്റ് SEO വേസ്റ്റ് ആവും. കാരണം ഇവിടെ ഞാൻ ഈ മാർക്കറ്റിംഗ് എന്ന നെയിം റിമൂവ് ചെയ്ത് കളഞ്ഞ് സേവ് കൊടുത്താലും മേളിലുള്ള ലിങ്കിൽ മാർക്കറ്റിംഗ് എന്ന വേർഡ് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ വലിയ ചേഞ്ചസ് ജിഗ് ടൈറ്റിൽ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ വരുത്തിയാൽ, അതായത് നിങ്ങൾ ഒരു തവണ ജിഗ് ടൈറ്റിൽ ആഡ് ചെയ്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് മാറ്റാൻ നിൽക്കരുത്. മാറ്റിക്കഴിഞ്ഞാലും മേളിലുള്ള ലിങ്കിൽ പഴയ പേര് തന്നെ കിടക്കുള്ളൂ. അത് നിങ്ങളുടെ SEOനെ ബാധിക്കും. ഇവിടെ പൊതുവെ ആരും ചെയ്യാത്ത പല ഒപ്റ്റിമൈസേഷനും നമുക്ക് ചെയ്യാനുണ്ട്. പാക്കേജ് ആൻഡ് പ്രൈസിംഗ് ആണ് ഈ സെക്ഷൻ എങ്കിലും ഓരോ പാക്കേജിനും ഓരോ നെയിം കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. നോർമലി എല്ലാവരും പാക്കേജിന് ബേസിക് എന്നൊക്കെ തന്നെയാണ് പേര് കൊടുക്കുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ കീവേഡ് എന്താണോ അത് അവിടെ വൃത്തിക്ക് ആഡ് ചെയ്യണം. സ്ക്രീനിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇനി പാക്കേജ് ഡിസ്ക്രിപ്ഷൻ വരുമ്പോൾ അവിടെ നിങ്ങൾ കീവേഡ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ കൊടുക്കണം. അതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ട്രിക്ക് എല്ലാം ഉപയോഗിക്കുന്നത്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മുടെ സർവീസിന്റെ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളുടെ സർവീസ് അനുസരിച്ച് ജസ്റ്റ് കൊടുക്കുക. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ പ്രൈസിംഗ് സൈക്കോളജി ഉപയോഗിച്ച് വേണം പ്രൈസ് ചെയ്യാൻ. അതൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പൊ നമുക്കത് തൽക്കാലത്തേക്ക് ഒരു പ്രൈസ് കൊടുക്കുക. ഇനി ആഡ് എക്സ്ട്രാ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു വർക്ക് ആയിരിക്കും. അത് നിങ്ങൾ 1 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പൈസയ്ക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് മാത്രമാണ് അതിന്റെ ഒരു ഉപയോഗം. ഇനി സ്റ്റാൻഡേർഡ്, പ്രീമിയം എന്ന് പറഞ്ഞ 2 പാക്കേജ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കീവേഡ് ആഡ് ചെയ്ത് നെയിമും ഡിസ്ക്രിപ്ഷനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലും നെയിമിലും കൃത്യമായിട്ട് കീവേഡ് ആഡ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ കാണിച്ചു തരാം. കാണുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. 1200 ക്യാരക്ടേഴ്സ് ആണ് ലിമിറ്റ് ഉള്ളത്. സോ നമുക്കത് മാക്സിമം യൂസ് ചെയ്യണം. 1200 ക്യാരക്ടേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഈസി വേസും എൻ്റെ ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ഈ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ അറിയാം എൻ്റെ പ്രൈമറി കീവേഡ്സ് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് നാച്ചുറൽ ആയിട്ട്. സോ ഇത് ബെസ്റ്റ് ആണ് SEOയ്ക്ക് വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് FAQ ആഡ് ചെയ്യണം. പലരും ഇത് ചെയ്യാറില്ല, കാരണം ഇമ്പോർട്ടൻ്റ് അല്ലാന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കീവേഡ് ഇവിടെയും ഓരോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ റാങ്കിങ് നാച്ചുറൽ ആയിട്ട് കൂട്ടും. എക്സാമ്പിൾ കാണിച്ചു തരാം. പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നീഷ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് അതിൽ ക്വസ്റ്റ്യനും ആൻസറും കീവേഡ് വെച്ച് മാക്സിമം കൊടുക്കുക. SEO ഒപ്റ്റിമൈസേഷൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി കണ്ടിന്യൂ കൊടുക്കണം. ഇനി ബയർ റിക്വയർമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഒരാൾ നമുക്ക് ഓർഡർ തരുമ്പോൾ അയാൾ എന്തൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്ത് തരേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ SEO ആയിട്ട് ബന്ധമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ആ പാർട്ട് ഞാനിപ്പോൾ സ്കിപ്പ് ചെയ്യും. ഇനി ഗാലറിയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. അതിൽ ആദ്യം തന്നെ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുക. 1 മിനിറ്റിന്റെ വീഡിയോ നമുക്ക് അതിൻ്റെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സർവീസ്
സർവീസ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ തന്നെ നമുക്ക് അതിനകത്ത് കൊടുക്കാം. നിർബന്ധമല്ല, എന്നാലും വീഡിയോ കൊടുക്കുന്നത് നല്ലതാണ്. ഇനി താഴെ 3 ഇമേജസ് കൊടുക്കാം. അത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ കൊടുക്കണം, നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ പോലെയൊക്കെ തന്നെ. ആരെങ്കിലും നമ്മുടെ സർവീസിലേക്ക് വന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവർ ആദ്യം കാണുന്നത് നമ്മുടെ തംബ്നെയിലാണ്. അത് മാക്സിമം അട്രാക്റ്റീവ് ആയിട്ട് തന്നെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡോക്യുമെന്റ് ആഡ് ചെയ്യാനൊരു ഓപ്ഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്ത വർക്കിന്റെ ഒരു PDF ഫയൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇനി ഫൈനലി നിങ്ങൾ സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്യണം. അത് വെരിഫിക്കേഷൻ മാത്രമാണ്, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും ചോദിക്കുന്നതാണ്. യൂട്യൂബിന്റെ ന്യൂ അപ്ഡേറ്റ് കാരണം ഞാൻ അത് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം ചിലപ്പോൾ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ഒപ്റ്റിമൈസേഷനും, അതായത് ജിഗ് ടൈറ്റിൽ, പോസിറ്റീവ് കീവേഡ്, പാക്കേജ് SEO, ജിഗ് ഡിസ്ക്രിപ്ഷൻ, ഇതിനെല്ലാം ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ എൻ്റെ ഒരു കോഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കിട്ടണമെങ്കിൽ വീഡിയോയുടെ താഴെ ഫൈവർ എന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് കിട്ടും. ആ പ്രോംപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.